വിശുദ്ധമായ റമദാനിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ആവേശത്തോടുകൂടി കടന്നു വരുന്ന ഒരു നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. കഴിഞ്ഞ വർഷം നമ്മൾ നിസ്കരിച്ചതാണ്, പിന്നെ നമ്മൾ ഇപ്പോഴാണ് നിസ്കരിക്കാൻ പോകും. ഒരു വർഷത്തിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാമെങ്കിലും ഒരുപാട് സംശയങ്ങൾ പല ആളുകൾക്കും ഉണ്ടാകും. എത്ര റക്അത്താണ്, ഈ റക്അത്തുകൾക്കിടയിൽ എന്താണ് പറയേണ്ടത്, ഇതിൻ്റെ നീയത്ത് എങ്ങനെയാണ്, ഒന്നിച്ചാണോ നീയത്ത് വെക്കേണ്ടത്, ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത്, സൂറത്ത് ഓതിയില്ലെങ്കിൽ നിസ്കാരം ശരിയാകുമോ, അതോടൊപ്പം തന്നെ വജ്ജഹത്ത് ഓതേണ്ട കാര്യമുണ്ടോ, സുന്നത്ത് നിസ്കാരമല്ലേ, വജ്ജഹത്ത് ഒഴിവാക്കിയാൽ പ്രശ്നമുണ്ടോ, മാത്രമല്ല അത്തഹിയാത്ത് മുഴുവൻ ഓതണോ, സ്വലാത്ത് ഓതണോ, ശേഷമുള്ള ദുആ പറയണോ, തുടങ്ങി ഒരുപാട് നൂറ് സംശയങ്ങൾ. അതോടൊപ്പം മറ്റൊരു സംശയമെന്ന് പറഞ്ഞാൽ ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള നിസ്കാരമല്ലേ, പെണ്ണുങ്ങൾ ഞങ്ങൾ നിസ്കരിക്കണോ എന്ന് ചില സഹോദരിമാർ ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയും മൊത്തത്തിൽ തറാവീഹ് നമസ്കാരം അതിൻ്റെ മുഴുവൻ A to Z കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. തറാവീഹ് നമസ്കാരത്തിന് ശേഷമുള്ള ദുആ ഏതാണ്, അത് കഴിഞ്ഞ് നമ്മൾ പറയുന്ന നീയത്ത് എങ്ങനെയാണ്, നീയത്തിൻ്റെ ദുആ എങ്ങനെയാണ്, അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന വിത്ർ നമസ്കാരം അതെങ്ങനെയാണ്, അതിൻ്റെ രൂപം മുഴുവനും ഇൻഷാ അള്ളാഹ് ഒരൊറ്റ വീഡിയോയിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. മുഴുവൻ കേൾക്കാൻ മറന്നു പോകരുതേ, മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മുടെ റമളാനിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്ന, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടുന്ന, സ്വർഗ്ഗപ്രവേശനം കിട്ടുന്ന, നരകമോചനം കിട്ടുന്ന നല്ല അടിമകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ അതിസുന്ദരമായ അവസാന നിമിഷങ്ങൾ ഇതാ വിട പറയാൻ ഒരുങ്ങുകയാണ്. പരിപാവനമായ റമദാനിൻ്റെ അതിശ്രേഷ്ഠമായ ഒരുപാട് നിമിഷങ്ങൾ നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. ഒരു പവിത്രമായ മാസം പോകുന്നു, ഒരു പുണ്യങ്ങളുടെ പൂക്കാലം കടന്നു വരുന്നു. പഞ്ചാരക്കുന്നിൻ്റെയും തേൻമഴയുടെയും ഇടയിൽപ്പെട്ട ഒരവസ്ഥയാണ് ഒരു മുഅ്മിനായ മനുഷ്യന് ഈ ഒരു സമയത്തുണ്ടാവുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ റമളാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടി വരുന്ന ഒരു കാര്യമാണ് തറാവീഹ് നിസ്കാരം. 20 റക്അത്ത് നമ്മളെല്ലാവരും ഇമാം ജമാഅത്തുമായി നിസ്കരിക്കുന്ന തറാവീഹ് നിസ്കാരം, അത് നമ്മൾ പണ്ട് മുതൽ ഒരു നൊസ്റ്റാൾജിയ നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. അതിശ്രേഷ്ഠമായ നിസ്കാരമാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിതാ സംസാരിക്കാൻ പോവുകയാണ്. റമളാൻ 1 മുതൽ 30 വരെയുള്ള എല്ലാ ദിവസവും കേട്ടാലും നഷ്ടമാവാത്ത ഒരു വലിയ നിസ്കാരത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് വരികയാണ്. ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടു എന്ന വിശ്വാസയോഗ്യമായ ഒരു വാർത്ത നമുക്ക് വന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും അതാ പരിശുദ്ധമായ റമളാനിലേക്ക് 2 മാസം ദുആ ചെയ്ത് അല്ലെ നമ്മൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ റമളാനിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ റമളാൻ നമ്മളിലേക്ക് വരുന്ന സമയത്ത് ഇന്നത്തെ ഈ പ്രഥമ രാത്രി അല്ലാഹു തആല ഇന്നത്തെ രാത്രി ഒരു മനുഷ്യൻ്റെ ദുആ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമെന്നാണ്. അവൻ്റെ അടിമയിലേക്ക് അല്ലാഹു നോക്കും, കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കും. ആ കാരുണ്യത്തിൻ്റെ നോട്ടം ആർക്കൊക്കെ കിട്ടുന്നോ അവരൊക്കെ രക്ഷപ്പെട്ടു എന്നാണ്. അല്ലാഹു ഇതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കുന്ന സമയത്ത് ആ നോട്ടം കിട്ടുന്നവരായി മാറാനുള്ള മഹാഭാഗ്യം നൽകട്ടെ. ആമീൻ. അതിനെന്ത് ചെയ്യണം? വിശുദ്ധമായ തറാവീഹ് നമസ്കാരം നമ്മൾ മുടക്കാൻ പാടില്ല. ചില ആളുകൾ കരുതും, റമളാൻ 1 ആയിട്ടുള്ളൂ, ആദ്യത്തെ തറാവീഹ് നിസ്കാരമല്ലേ, അത് ഇനി നിസ്കരിക്കാമല്ലോ, ഇനി ദിവസങ്ങളുണ്ടല്ലോ, ഈ അവസാനത്തെ 10 നിസ്കാരമൊക്കെ അല്ലേ ഭയങ്കര ശ്രേഷ്ഠത, ഇപ്പോഴൊക്കെ വലിയ ശ്രേഷ്ഠത ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് റമളാനിൻ്റെ ഓരോ രാത്രിയിലെയും ഇബാദത്തുകളെ, പകലിൻ്റെ ഇബാദത്തുകളെ നിസ്സാരമാക്കുന്നവരാണെങ്കിൽ നമ്മൾ വലിയ നഷ്ടവാന്മാരിൽ പെട്ടുപോകും. അള്ളാഹു കാക്കട്ടെ. ചില ആളുകൾ കരുതും ഈ ആദ്യത്തെ നോമ്പെന്ന് കഴിഞ്ഞിട്ടുള്ള തറാവീഹ് അതിനാണൊരു ഇൻട്രസ്റ്റ് ഉള്ളത്, അതുകൊണ്ട് അത് നിസ്കരിക്കാം, അത് തൊട്ട് നിസ്കരിക്കാം എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം ഈ ആദ്യത്തെ തറാവീഹ് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഒരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തറാവീഹ് നമസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ വിശുദ്ധമായ റമളാനിൽ
ഈമാനോടുകൂടി, നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടി, നല്ല വിശ്വാസത്തോടുകൂടി രാത്രി അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് മാ തഖദ്ദമ മിൻ ദംബി എന്നാണ്. അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അതെത്രയാണ്, കോടാന് പാപങ്ങൾ അത്രമാത്രം ചെയ്താലും അല്ലാഹു തആല പുറത്തു തരുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന നമസ്കാരമാണ് ഈ തറാവീഹ് നമസ്കാരം അല്ലെങ്കിൽ രാത്രിയിലെ നമസ്കാരങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ആ നമസ്കാരം ഒരു ദിവസം പോലും മുടങ്ങാതെ നിസ്കരിക്കണം. പല ആളുകളും വളരെ നിസ്സാരമായിട്ട് കാണുന്നൊരു നിസ്കാരമാണ് ഈ തറാവീഹ് നിസ്കാരം. അതായത് ഇപ്പോൾ ഈ ഇഫ്താറൊക്കെ വെക്കുമല്ലോ, നോമ്പുതുറ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തറവാട് വീട്ടിൽ ഒരു നോമ്പുറ വെക്കുന്നു. അപ്പോൾ നമ്മുടെ മക്കൾ വരുന്നു, മരുമക്കൾ വരുന്നു, പേരക്കുട്ടികൾ വരുന്നു, അമ്മോശം വരുന്നു, അമ്മായിയമ്മ വരുന്നു, അതുപോലെ തന്നെ അവരുടെ കുട്ടികൾ, അവർ എല്ലാവരും വരും. മഗ്‌രിബൊക്കെ എല്ലാവരും ഒന്നിച്ച് അവർ നിസ്കരിക്കും. ചിലപ്പോൾ മഗ്‌രിബ് ബാങ്ക് വിളിച്ചുടൻ തന്നെ ആണുങ്ങൾ അവിടെ പള്ളിയിൽ പോയി നിസ്കരിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ മുസല്ല വിരിച്ചൊക്കെ നിസ്കരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറയാണ്, പിന്നെ ചോറ് തിന്നുന്നു, അത് തിന്നുന്നു, ഇത് തിന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇശാ നിസ്കാരം നിസ്കരിച്ചാൽ നിസ്കരിച്ചു, തറാവീഹ് പിന്നെ നിസ്കാരമേ ഇല്ല. അങ്ങനെ പല സ്ഥലത്തും കാണാറുണ്ട്. ഉണ്ടായാൽ അത് വലിയ നഷ്ടമാണ്. ഉണ്ടായാൽ നിങ്ങൾ നടത്തിയ ആ ഇഫ്താറിന് ഒരു നേട്ടവും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പക്ഷേ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം നിസ്കാരത്തെ നിസ്സാരമാക്കിയിട്ട് എന്തുട്ട് ഇഫ്താറാ. അതുകൊണ്ട് ഇശാ നമസ്കാരം അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്, ഫളീലത്തുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നിസ്കരിക്കേണ്ട മറ്റൊരു നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. തറാവീഹ് നിസ്കരിക്കൽ നിർബന്ധമാണോ ഉസ്താദ്? നിർബന്ധമൊന്നുമല്ല. പക്ഷേ നമുക്ക് റമളാനിൽ മാത്രം നിസ്കരിക്കാൻ പറ്റുന്ന ജമാഅത്ത് സുന്നത്തുള്ള അതിശ്രേഷ്ഠമായ നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. ഈ തറാവീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് എത്രയോ സംശയങ്ങളാണ്. ചില ആളുകൾ ചോദിക്കും, ഈ തറാവീഹ് 20 ആണോ, 8 ആണോ, 12 ആണോ, 32 ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്ന ആളുകളുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് ഈ തറാവീഹ് നമസ്കാരം ഒരു ഇമാമ് നിർത്തി ബാക്കിയുള്ളവരെ മഅ്മൂമാക്കി ഇന്നത്തെ കാലത്ത് നമ്മൾ നിസ്കരിക്കുന്ന രൂപത്തിലുള്ള ആ ഒരു തർത്തീബിലേക്ക് കൊണ്ടുവന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിസ്കാരം ഉണ്ടായിരുന്നു. നബി തങ്ങളുടെ കാലത്ത് 3 ദിവസമാണ് നബിയും സ്വഹാബിമാരും ഒന്നിച്ചിങ്ങനെ നിസ്കരിച്ചത്. ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിച്ചത് ആ 3 ദിവസമാണ്. അത് കഴിഞ്ഞ് നബി തങ്ങൾ എല്ലാവരോടും നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ മതി, കാരണം നമ്മളിങ്ങനെ ജമാഅത്തോടുകൂടി നിസ്കരിച്ചാൽ ഈ ഒരു നിസ്കാരം അത് ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. ഫർളാക്കപ്പെട്ടാൽ പിന്നെ എൻ്റെ ഉമ്മത്തിന് പ്രയാസമായിരിക്കും നിസ്കരിക്കാൻ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ നബി തങ്ങളുടെ കാലത്ത് എല്ലാവരും ഒറ്റക്കൊറ്റക്കായിരുന്നു നിസ്കരിച്ചത്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇമാമായി നിർത്തി ബാക്കിയുള്ളവരെല്ലാവരെയും മഅ്മൂമായി നിന്ന് നിസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരത്തിൻ്റെ രൂപം ഉണ്ടായത് മഹാനായ ഉമർ തങ്ങളുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ തറാവീഹ് നമസ്കാരം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. ആദ്യം ചോദിക്കുന്നത് റക്അത്ത് എത്രയാണെന്ന്. ചില ആളുകൾ 8 നിസ്കരിക്കുന്നു, 12 നിസ്കരിക്കുന്നു, 32 നിസ്കരിക്കുന്നു. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ അടിസ്ഥാന ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഹാനായ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു തറാവീഹ് നമസ്കാരത്തിൻ്റെ കൃത്യമായ രൂപം കൊണ്ടുവന്നു. എങ്ങനെ? ഒരാൾ ഇമാമ് നിന്ന് ബാക്കിയുള്ളവരെ മഅ്മൂമീങ്ങളായിട്ട് 20 റക്അത്ത് തറാവീഹ് നമസ്കാരം. ഇന്നും മക്കയിലും മദീനയിലും ഒക്കെ അല്ലെ, ലോകത്തിൻ്റെ എല്ലാ പ്രദേശത്തും മുഅ്മിനീങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ ഒരു നമസ്കാരം 20 റക്അത്ത് റാഹത്തായി നിസ്കരിക്കുന്നു. പണ്ട് ഈ തറാവീഹ് നമസ്കാരത്തിൻ്റെ പേര് ഖിയാമുൽ ലൈൽ എന്നായിരുന്നു. ഈ തറാവീഹ് നമസ്കാരത്തിൻ്റെ പ്രത്യേകത 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കുറച്ച് വിശ്രമിക്കും, പിന്നെ കുറച്ച് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വിശ്രമിക്കും. അങ്ങനെ കുറച്ച് ഇടക്കിടക്ക് ഇങ്ങനെ വിശ്രമിച്ചിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമായിരുന്നു പഴയ കാലത്ത് സ്വഹാബിമാരുടെ കാലത്ത് തറാവീഹ് നിസ്കാരം. അതായത് ഇടക്ക് വിശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ നിസ്കാരത്തിന് തറാവീഹ് എന്ന് പേര്, വിശ്രമ നിസ്കാരം എന്ന് പേര് വരാനുള്ള കാരണം അതാണ്. പിന്നെ തറാവീഹ് നമസ്കാരം നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് പുരുഷന്മാർ പള്ളി പോയി നിസ്കരിക്കുന്ന നിസ്കാരമാണ് തറാവീഹ്, പെണ്ണുങ്ങൾക്ക് നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇത് പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുക, അത് പ്രത്യേകം സുന്നത്താണ്. സ്ത്രീകൾ അവരുടെ വീടുകളിൽ നിസ്കരിക്കും, അതാണ് ഏറ്റവും ഖൈർ. ചില നാടുകളിലൊക്കെ എല്ലാ സ്ത്രീകളും കൂടി ഒരു വീട്ടിൽ ഒരുമിച്ച് നിസ്കരിക്കുന്ന പതിവുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഖൈർ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ മരുമക്കളോ മക്കളോ പേരക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിന്ന് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സ്ത്രീകൾക്കും ഈ നിസ്കാരമുണ്ട്, പുരുഷന്മാർക്കും ഈ നിസ്കാരമുണ്ട്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു നിസ്കാരം സ്ത്രീകൾക്കും സുന്നത്താണ്, പുരുഷന്മാർക്കും സുന്നത്താണ്, അത് ജമാഅത്തോടുകൂടി നിസ്കരിക്കൽ സുന്നത്താണ് എന്ന് മഹാനവർകൾ തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ തറാവീഹ് നിസ്കാരത്തിൻ്റെ ടൈം എപ്പോഴാണ് തുടങ്ങുന്നത് ഉസ്താദെ എന്ന് ചില ആളുകൾ ചോദിക്കുന്നു. എപ്പോഴാണ് സമയം?
അതായത് ഇശാ നമസ്കാരത്തിന് ശേഷമാണ് ഇതിൻ്റെ ടൈം ആരംഭിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ ഇശാ നിസ്കാരം ജമാഅത്തോടുകൂടി നിസ്കരിക്കും, എന്നിട്ടോ പള്ളിയുടെ പുറത്ത് പോയി ഇങ്ങനെ വെറുതെ മൊബൈൽ നോക്കി നിൽക്കും. എന്തിനാ? തറാവീഹ് തുടങ്ങട്ടെ എന്ന്. തറാവീഹ് തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് പള്ളിയുടെ പുറത്ത് പോയി. അങ്ങനെ പറ്റൂല. കാരണം ഒരാൾ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇശായിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, റവാത്തിബ് സുന്നത്ത് നിസ്കാരം. ആ ഇശായിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് അവൻ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കേണ്ടത്. കാരണം തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് അവൻ്റെ ഇശായിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണേ. പിന്നെ ഇശാ നമസ്കാരത്തിന് ശേഷമാണ് ഇതിൻ്റെ സമയം തുടങ്ങുന്നത്. പ്രത്യേകമായിട്ട് ബാങ്കും ഇക്കാമത്തും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. തറാവീഹ് നിസ്കാരത്തിൽ പ്രത്യേക ബാങ്ക് അല്ലെങ്കിൽ പ്രത്യേക ഇക്കാമത്ത് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, ഉസ്താദേ ഈ തറാവീഹ് നിസ്കാരം നിയ്യത്ത് വെക്കുമ്പോൾ എങ്ങനെയാണ്, റക്അത്തുകൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അതായത് 20 റക്അത്ത് തുടർച്ചയായി തന്നെ നിസ്കരിക്കുകയാണോ, അതോ 10 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടിയിട്ട് വീണ്ടും 10 റക്അത്താണോ, എങ്ങനെയാണ്? ഇതിൻ്റെ നിയ്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, നിയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ 2 റക്അത്തിൻ്റെയും ഇടയിലാണ് നിയ്യത്ത് വെക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 റക്അത്തിന് വേണ്ടി നിയ്യത്ത് വെക്കുക. 2 റക്അത്ത് തറാവീഹ് നമസ്കാരം, അല്ലാഹു തആലാക്ക് വേണ്ടി ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, കൈ കെട്ടുക. അപ്പോൾ ആദ്യം എന്ത് വേണം? നിയ്യത്ത് വേണം. എന്നിട്ട് ആ 2 റക്അത്ത് നിസ്കരിച്ച് നമ്മൾ സലാം വീട്ടിയിട്ട് വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് തറാവീഹ് നമസ്കാരം, അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഇമാമോടുകൂടി നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. അപ്പോൾ ഓരോ 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴും എന്ത് വെക്കണം? നിയ്യത്ത് വെക്കണം. അല്ലാതെ മൊത്തത്തിൽ 20 റക്അത്ത് തറാവീഹ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു, അല്ലാഹു, അതല്ല. ഓരോ 2 റക്അത്ത് നിസ്കാരത്തിൻ്റെ ഇടയിലും എന്ത് വേണം? 2 റക്അത്ത് തറാവീഹ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഇമാമോടുകൂടി ആയിരിക്കും നിസ്കരിക്കുന്നത്. ഇമാമോടുകൂടി, ഒറ്റക്കാണെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നു നിയ്യത്ത് വെച്ചാൽ മതി. ഇമാമാണെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ്. പല ആളുകളും ചോദിക്കുന്നു, ഉസ്താദേ ഞങ്ങൾക്ക് ജമാഅത്തോടുകൂടി നിസ്കരിക്കാൻ പറ്റില്ല, ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റക്ക് നിസ്കരിക്കാമോ? ഒറ്റക്കും നിങ്ങൾക്ക് നിസ്കരിക്കാം. ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ നിസ്കാരം നിസ്കരിക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും ജോലി തിരക്ക് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേന്ന് പകലിൽ ഈ നിസ്കാരം നമുക്ക് എന്ത് ചെയ്യാം? ഖളാ വീട്ടാം. അത്രമാത്രം ഖളാ വീട്ടിയാൽ പ്രതിഫലം കിട്ടുന്ന ഒരു നിസ്കാരമാണ് ഈ തറാവീഹ് നമസ്കാരം. പിന്നെ ഈ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ പള്ളിയിൽ നിന്നൊക്കെ ചില ഉമ്മമാർ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ നിന്നൊക്കെ ഒരുപാട് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലുന്നുണ്ട് ഉസ്താദ്, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളുടെ നിസ്കാരം ശരിയാവോ? നമ്മൾ ഈ ഓരോ 2 റക്അത്തിൻ്റെയും ഇടയിൽ ഒരു പള്ളിയിലുള്ള ദിക്റും സ്വലാത്തും അല്ല അടുത്ത പള്ളിയിൽ, ആ പള്ളിയിലുള്ളതല്ല മറ്റേ പള്ളിയിൽ. ഓരോ പള്ളികളിലും നാടുകളിലും വ്യത്യസ്തമായ രൂപത്തിലാണ് ഈ തറാവീഹ് നമസ്കാരത്തിൻ്റെ ഇടയിലുള്ള വാക്കുകൾ പറയുന്നത്. മിക്ക സ്ഥലത്തും സ്വലാത്ത ജാമിഅ എന്നൊരു വാക്ക് പറയും, അപ്പോൾ തന്നെ ആളുകളൊക്കെ എഴുന്നേറ്റിട്ട് നിയ്യത്ത് വെച്ച് കൈ കെട്ടും. ചില സ്ഥലത്തൊക്കെ അസ്വലാത്ത ജാമിഅ സല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വ ആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബ് യാ റസൂലല്ലാഹ് എന്ന് പറയാറുണ്ട്. ഇതൊന്നും പറയൽ നിർബന്ധമായ കാര്യമൊന്നുമല്ല. ചില ഉമ്മമാർ പറയും ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, വേണ്ട, അറിയണ്ട, നിങ്ങൾക്ക് സ്വലാത്തും ഇല്ല അറിയാലോ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ അറിയാവോ? അത് മതി. ഇനി ഒന്നും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. 2 റക്അത്ത് നമ്മൾ തറാവീഹ് നിസ്കരിച്ചു, സലാം വീട്ടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം വീട്ടി, എന്നിട്ട് ഒന്നും മിണ്ടണ്ട, എഴുന്നേറ്റ് വീണ്ടും നിയ്യത്ത് വെച്ചിട്ട് വീണ്ടും കൈകെട്ടിയാൽ നിസ്കാരം ശരിയാകും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ആ സമയത്തൊക്കെ ഒന്ന് ആളുകൾക്കൊന്ന് റാഹത്താവാനും പിന്നെന്താ ഒരു മടിയൊക്കെ ഒന്നും ഉഷാറാവാനും ഉറക്കമൊക്കെ ഒന്ന് മാറാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ സ്വലാത്തുകൾ ഇടയ്ക്ക് പറയുന്നത്. ചില സ്ഥലത്തൊക്കെ 4 റക്അത്ത് കഴിയുമ്പോൾ ഖലീഫമാരുടെ പേര് പറയാം, അതെന്താ ആ ഒരു റക്അത്തുകളൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി. അങ്ങനെ പല സ്ഥലത്തും പല രൂപത്തിൽ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തറാവീഹ് നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് കറാഹത്തുകൾ വരാതെ സൂക്ഷിക്കുക, അതാണ് പ്രത്യേകം വേണ്ടത്. കറാഹത്തുകൾ വരരുത്. അതായത് നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് തറാവീഹ് നിസ്കരിക്കുന്നു, 2 റക്അത്ത് തറാവീഹ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, എന്നിട്ട് ഒന്നും മിണ്ടല്ല. അങ്ങനെയല്ല. ഇമാമ് റുക്കൂയിലേക്ക് പോകുമ്പോൾ നമ്മൾ റുക്കൂയിലേക്ക് പോകുന്നു, അങ്ങനെയല്ല. ആ സമയത്ത് നമ്മൾ കൈ കെട്ടിയതിന് ശേഷം
ഇമാമ് ചിലപ്പോൾ അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം തുടങ്ങിയിട്ടുണ്ടാകും. നമ്മൾ എന്ത് ചെയ്യുക, പതിയെ വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതൽ സുന്നത്താണ്. ആദ്യത്തെ 2 റക്അത്തിലല്ലേ ഉസ്താദെ? അല്ല, എല്ലാ 2 റക്അത്തിലും എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, വജ്ജഹത്ത് ഓതുക. വജ്ജഹത്തു വജീഹിലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമനോ. എൻ്റെ പൊന്നുസ്താദ്, ഈ വജ്ജഹത്തും ഒക്കെ ഓതിയ തറാവീഹ് നിസ്കാരം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ സ്പീഡ് 8:30 തുടങ്ങിയാൽ 9:25 തീർക്കണം. 26 ആയാൽ ഉസ്താദിന് പിന്നെ പരാതി. അങ്ങനെയുള്ള നാടുകളൊക്കെ ഉണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഓതുന്നവരുണ്ട്, ഓതാത്തവരാണ് കൂടുതൽ വജ്ജഹത്തു. നമ്മൾ ആ സമയത്ത് വജ്ജഹത്തു നമുക്ക് മൊത്തം ഓതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആ സമയത്ത് വജ്ജഹത്തു ഓതൽ നല്ലതാണ്, ഓതണം. പക്ഷേ ഓതാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, പെട്ടെന്ന് വേഗത്തിൽ നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് നമുക്കത് ഓതാൻ പെട്ടെന്ന് സമയം കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഒരൊറ്റ വാക്ക് പറയുക. എന്താ പറയേണ്ടതെന്നറിയോ? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹം. ഒരൊറ്റ വാക്ക് പറ അല്ലാഹ്. അപ്പോൾ നമ്മൾ നിയ്യത്ത് വെച്ച് കൈ കെട്ടി അല്ലാഹു അക്ബർ. വജ്ജഹത്തു വജീഹിലില്ലദി എന്നുള്ള ആ വജ്ജഹത്ത് മൊത്തം ഓതാൻ പറ്റാത്ത ആളുകൾക്ക്, ഓതൽ നല്ലതാണ്, ഓതാൻ പറ്റാത്ത ആളുകൾക്ക് ഒരൊറ്റ വാക്ക് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്. അപ്പോൾ അവർക്ക് എന്ത് കിട്ടി? ഈ വജ്ജഹത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പുകഴ്ത്തലാണ്, അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. അപ്പോൾ ഈ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാലും മതി. അവിടെ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് എന്ന് പറഞ്ഞാൽ, ഇനി അതും പറയാൻ കിട്ടിയെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്നെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ കൂടി നമുക്ക് ആ ഒരു കറാഹത്തിൽ നിന്നും നമ്മൾ ഒഴിവാകും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അഊദ് ഓതി ഫാത്തിഹ പൂർണ്ണമായിട്ടും ഓതണം. ഫാത്തിഹ നമ്മൾ ഓതണം. ഇമാമ് ഫാത്തിഹ ഓതുന്നത് വെറുതെ കേട്ടിരിക്കലല്ല. ഇമാം അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മളവിടെ ഫാത്തിഹ പതുക്കെ തുടങ്ങിയേക്കണം. കാരണം തറാവീഹ് നിസ്കാരമാണ്. ഈ ഫാത്തിഹയ്ക്ക് ശേഷം ഒരുപാട് നേരം മഅ്മൂമിങ്ങൾ ആ ഫാത്തിഹ ഓതിക്കോട്ടെ എന്ന് ഇമാമ് വിചാരിച്ച് കാത്തു നിൽക്കില്ല. ഇമാമ് ഫാത്തിഹ ഓതി ഉടൻ തന്നെ ആമീൻ പറഞ്ഞാൽ പിന്നെ അടുത്ത സൂറത്തിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ സൂറത്ത് ഓതി കഴിയുന്നതിന് മുമ്പ് ഫാത്തിഹ തീർക്കണം. അത് എന്ത് ചെയ്യുക, അപ്പോൾ ഇമാമ് പതിയെ ഫാത്തിഹ ഓതുന്നതിൻ്റെ പുറകെ, ഇമാമിനോടൊപ്പമല്ല, ഇമാമിനേക്കാൾ മുൻകിടക്കാനും പാടില്ല, ഇമാമിൻ്റെ പുറകെയായി നമ്മൾ. ഇപ്പോൾ ഇമാമ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ, അപ്പോൾ മാലിക് യൗമിദ്ദീനൊക്കെ തുടങ്ങുമ്പോൾ നമ്മളവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം നമ്മളിങ്ങനെ പതിയെ ഓതി വരിക കേട്ടോ. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് സൂറത്ത് ഓതേണ്ട ആവശ്യമില്ല. ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമ് മാത്രം സൂറത്ത് ഓതിയാൽ മതി. നമുക്ക് സൂറത്ത് ഓതേണ്ട കാര്യമില്ല. പിന്നെ ഇമാമ് ഓതുന്ന സൂറത്തൊന്ന് കേട്ടിരിക്കൽ നല്ലതാണ്, സുന്നത്താണ്. അപ്പോൾ ഫാത്തിഹ ഓതണം. വജ്ജഹത്തു ഔദു ഓതി ഫാത്തിഹ ഓതണം. അത് കഴിയുമ്പോൾ സൂറത്ത് ഓതേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ സൂറത്ത്, ഏത് സൂറത്ത് ഓതു ഉസ്താദേ? ബഖറ വേണോ, അല്ലെങ്കിൽ ആലി ഇമ്രാൻ വേണോ? ഒന്നും വേണ്ട. കുൽഹു അല്ലാഹു അഹദ് അറിയാമോ? ബസ് അത് മതി. കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് 20 റക്അത്തിലും 20 കുൽഹു അല്ലാഹു മതി, കുഴപ്പമില്ല. സാധാരണ എല്ലാവരും വല്ലുഹ തൊട്ട് സൂറത്ത് തൊട്ട് താഴേക്ക് ഓതാറുണ്ട്. അല്ലെങ്കിൽ അലം തറ കൈഫ ഫഅല റബ്ബുക തൊട്ട് തുടങ്ങിയിട്ട് 10 റക്അത്താകുമ്പോൾ എവിടെ എത്തും? ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എത്തും. അങ്ങനെ വീണ്ടും ഓതി, അങ്ങനെ റിപ്പീറ്റ് അടിക്കാറ്, അങ്ങനെയായാലും മതി. ചില ആളുകൾ സൂറത്ത് റഹ്മാൻ ഇല്ലേ, അത് ഈ 20 റക്അത്തിൽ 2 ആയത്ത് 3 ആയത്ത് വെച്ച് ഓതി തീർക്കുന്ന ആളുകളുണ്ട്. ഏത് ആയത്ത് ഓതിയാലും കുഴപ്പമില്ല, ഏത് സൂറത്ത് ഓതിയാലും കുഴപ്പമില്ല. സൂറത്തും ആയത്തൊക്കെ ഓതൽ സുന്നത്താണ്. ഓതിയാൽ സുന്നത്തിൻ്റെ കൂലി കിട്ടും, ഓതിയില്ലെങ്കിൽ ആ സുന്നത്ത് നഷ്ടപ്പെടും. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അറിയാവുന്ന സൂറത്ത് നമുക്ക് ഓതാം. അപ്പോൾ ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഓതുന്നതൊന്ന് കേട്ടിരുന്നാൽ മതിയാകുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫാത്തിഹ കഴിഞ്ഞ് പിന്നെ നമ്മൾ റുക്കുയിലേക്ക് പോയി. റുക്കുയിലുള്ള ദിക്ർ പറഞ്ഞു. അത് കഴിഞ്ഞ സമയം അല്ലാഹു ലിമൻ ഹമിദ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ സുജൂദിലേക്ക് പോകുന്നു. സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം, വീണ്ടും സുജൂദിലേക്ക് പോകുന്നു. പിന്നെ നമ്മൾ അല്ലാഹു അക്ബർ 2ാമത്തെ റക്അത്തിൽ വന്നു. എന്നിട്ട് ഇമാമു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ പതിയെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ, നമ്മൾ പതിയെ ഫാത്തിഹ ഓതുക. എന്നിട്ട് പിന്നെ 2ാമത്തെ റക്അത്തിൽ പോയി, റുക്കുവിൽ പോയി, ഇഅ്തിദാലിൽ വന്നു. പിന്നെ 1ാമത്തെ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം, 2ാമത്തെ സുജൂദ്, പിന്നെ അത്തഹിയ്യാത്ത്. ഈ അത്തഹിയ്യാത്തിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതായത് 2 റക്അത്ത് വീതമാണല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പോൾ ഓരോ 2 റക്അത്ത് കഴിഞ്ഞിട്ടും എങ്ങനെയായിരിക്കേണ്ടത്? നമ്മൾ അവസാനത്തെ അത്തഹിയ്യാത്തിൻ്റെ ഇരുത്തം ഇരിക്കൂലേ, ആ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അവസാനത്തെ അത്തഹിയ്യാത്തിൻ്റെ ഇരുത്തമാണ് നമ്മൾ ഇരിക്കേണ്ടത്. അത് സുന്നത്താണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ അത്തഹിയ്യാത്ത് ഓതുക. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അവിടെ അത്തഹിയ്യാത്തും സ്വലാത്തും ഓതിക്കഴിഞ്ഞാൽ പിന്നെ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. ചില ആൾക്കാർ
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവിടെ അങ്ങ് തീർന്നില്ല. ആ അത്തഹിയ്യാത്ത് കഴിഞ്ഞ സ്വലാത്തുണ്ട്, ഇബ്രാഹിമിയ സ്വലാത്ത്. ഇബ്രാഹിമിയ സ്വലാത്ത് മൊത്തം ഓതൽ പ്രത്യേകം സുന്നത്താണ്. അത് കഴിഞ്ഞൊരു ദുആയുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു. അതും ഓതണമെന്നാണ്. ഈ മക്കത്ത് ഹറമിലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അവിടെയൊക്കെ റാഹത്തായ നിസ്കാരമാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെ റാഹത്തായ നിസ്കാരമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പകൽ നല്ല ജോലിക്കാരാണ് അല്ലേ, ഒരുപാട് ജോലി ചെയ്യുന്നവരാണ്. രാത്രി അതിൻ്റെ പ്രതിഫലം കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഉറങ്ങി തൂങ്ങിയൊക്കെ ആയിരിക്കും നിസ്കരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പൂർണ്ണമായി നമുക്ക് ഓതാൻ പറ്റിയാൽ ഏറ്റവും ഖൈറാണ്. അപ്പോൾ നമ്മൾ അത്തഹിയ്യാത്ത് ഏതായാലും ഓതണം. പിന്നെ സ്വലാത്ത് നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്ത് ഓതേണ്ടത്. പിന്നെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നെങ്കിലും ചുരുങ്ങിയത് പറയുക. പിന്നെ നമുക്ക് അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലന്തു വമാ അസ്റഫ്തു എന്ന് ആ ഒരു അവസാനത്തെ ദുആ പറയാൻ പറ്റിയില്ലെങ്കിൽ റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ എന്നെങ്കിലും ചുരുങ്ങിയത് പറയുക. അല്ലെങ്കിലോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിന്നാർ വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്നെങ്കിലും പറയൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത്. എൻ്റെ പൊന്നുസ്താദ് ഇതെന്താ, ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത കാര്യമാണല്ലോ. ഇതൊക്കെ കേൾക്കുന്ന കാര്യമാണ്, പക്ഷെ പലപ്പോഴും നമ്മളിത് ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെയാണ് തറാവീഹ്. ഞങ്ങളിപ്പോൾ 25 വർഷമായി 36 വർഷമായി ഞങ്ങൾ നിസ്കരിക്കുന്നു, ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണല്ലോ. നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് വിചാരിച്ച് ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല, ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഏത് ഉസ്താദിനോട് ചോദിച്ചാൽ അവരൊക്കെ പറയും ഇങ്ങനെ. നമ്മുടെയൊക്കെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ തറാവീഹ് എന്ന് പറഞ്ഞാൽ കടകടായിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരം, കട്ടക്കട്ടാന്ന് പറഞ്ഞ് നിസ്കരിക്കും. ആളുകളിങ്ങനെ മുട്ടൊക്കെ വെച്ചിട്ടിങ്ങനെ അല്ലേ സുജൂദ് ചെയ്യുമ്പോൾ കിട്ടാന്ന് പറഞ്ഞ് ഇടിച്ച് പിന്നെ എഴുന്നേറ്റ് സ്ലോ അല്ലാഹു അലൈക്കും അങ്ങനെ നിസ്കരിക്കേണ്ട നിസ്കാരമല്ല. സ്പീഡ് നിസ്കാരം, അങ്ങനെ ഒരു നിസ്കാരമില്ല. നിസ്കാരമെല്ലാം വളരെ റാഹത്തായിട്ട് സമാധാനത്തിൽ നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. തറാവീഹ് എന്ന് പറഞ്ഞാൽ സൂപ്പർ എക്സ്പ്രസ് ആയ നിസ്കാരം ഒന്നുമല്ല. സാധാരണ നമ്മൾ നിസ്കരിക്കുന്നത് പോലെ വളരെ സാവകാശം നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. പിന്നെ ഇത്രയും ദീർഘമുള്ളത് കൊണ്ട് നമ്മൾ അല്പം ഫാത്തിഹയൊക്കെ സ്പീഡ് കൂട്ടുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിലാക്കുന്നു എന്ന് മാത്രം. അല്ലാതെ സ്പീഡ് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തറാവീഹ് എന്ന് ഒരു ഹദീസിലുമില്ല, ആയത്തിലുമില്ല, ആരും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ നിയ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, സൂറത്തിൻ്റെ കാര്യം പറഞ്ഞു, നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ജമാഅത്ത്, ആണുങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കുക, പെണ്ണുങ്ങൾ വീട്ടിൽ തന്നെ നിസ്കരിക്കുക. ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കരിക്കുക, ഇല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിൽ നിസ്കരിച്ച് തീർക്കുക. പിന്നെ ഇത് നമുക്ക് പറയാനുള്ളത് ഈ തറാവീഹ് നിസ്കരിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. തറാവീഹ് നമ്മൾ നിസ്കരിച്ചു, സലാം വീട്ടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, 20ാമത്തെ റക്അത്ത് നമ്മൾ തറാവീഹ് സലാം വീട്ടി. അത് കഴിഞ്ഞ് പിന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ ചെയ്യാറുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ ആ തറാവീഹിന് ശേഷം ഒരു ദുആയുണ്ട്. തറാവീഹിന് ശേഷം ഉടൻ തന്നെ ഒരു ദുആ ചെയ്യും. ഏതാണ് ദുആ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്ന ലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാൻ ഉതഖാ വ തുലഖാ വ ഖുലസാ വ ഉമനാ മിനൻ നാർ ഇജ്അൽനാ മിൻ ഉതഖാഇക വ തുലഖാഇക വ ഖുലസാഇക വ ഉമനാഇക മിനൻ നാർ. ഈ ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഒരു 3 പ്രാവശ്യം ഓതാറുണ്ട്. 3 പ്രാവശ്യം ഓതിയില്ല, ഒരു പ്രാവശ്യമാണെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ബാക്കി ഇജഅൽനാ യാ ഇലാഹനാ യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു മിനസ് സുഅദാഇൽ മഖ്ബൂലീൻ വലാ തജഅൽനാ മിനൽ അഷ്ഖിയാഇൽ മത്റൂദീൻ റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം എന്ന് നമ്മൾ തറാവീഹിന് ശേഷമുള്ള ഒരു ദുആയുണ്ട്. തറാവീഹ് നിസ്കരിച്ച ഉടൻ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ നിയ്യത്ത് വെച്ച് കൊടുക്കലാണ്. ഉസ്താദ് പറയും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് കഴിഞ്ഞ് നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലക്ക് വേണ്ടി പിടിച്ചുവിടുവാൻ ഞാൻ കരുതി.
അത് കഴിഞ്ഞ് പിന്നെ സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസൊക്കെ ഓതിയിട്ട് അത് കഴിഞ്ഞൊരു ദുആ, നോമ്പിൻ്റെ നിയ്യത്തിന് ശേഷം ഒരു ദുആ. ഏതാണത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വഖിയാമനാ വറുകൂഅനാ വഅതിദാലനാ വസുജൂദനാ വതഖശുഅനാ വതളറുഅനാ വതമ്മിം തഖ്സീറനാ വസ്തജിബ് ദുആഅനാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം എന്ന് പറയൽ സുന്നത്താണ്. ഉസ്താദേ ഞങ്ങൾക്ക് ഈ ദുആ ഒന്നും അറിയില്ല. ഒരു കുഴപ്പമില്ല. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. ഈ ദുആ അറിയാവോ? ഇല്ലാത്തവരായിരുന്നല്ലോ. ഈ ദുആ പറഞ്ഞാലും മതി. പിന്നെ ഈ ദുആയൊക്കെ നമ്മളൊന്ന് കേട്ട് പഠിക്കൽ നല്ലതാണ്. നമ്മുടെ വീഡിയോയിൽ തന്നെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കി ഒന്ന് ഓതൽ നല്ലതാണ്, പ്രത്യേകം ഖൈറാണ്. അപ്പോൾ എന്തായി? തറാവീഹ് നിസ്കാരം കഴിഞ്ഞു, നിയ്യത്ത് വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് വിത്ർ നിസ്കാരമാണ്. വിത്ർ നിസ്കാരത്തെ പറ്റി ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്കൊരു മറ്റൊരു അവസരത്തിൽ പറയാം. വേഗത്തിൽ ഓടിച്ചു പോകാം. വിത്ർ നിസ്കാരം എന്ന് പറഞ്ഞാൽ സാധാരണ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്. പക്ഷേ റമളാനിൽ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ്. വിത്ർ നിസ്കാരം 3 നിസ്കരിക്കുന്നവരുണ്ട്, 5, 7, 11 വരെ നമുക്ക് നിസ്കരിക്കാം. സാധാരണ നമ്മൾ നിസ്കരിക്കുന്നത് 3 റക്അത്താണ്. വിത്ർ നിസ്കാരമാണ് ഒരു മനുഷ്യൻ അവൻ നിസ്കരിക്കുന്ന ഒരു ദിവസം നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ഏറ്റവും അവസാനമായി നിസ്കരിക്കേണ്ട നിസ്കാരമാണ് വിത്ർ. അതുകൊണ്ട് തന്നെ പല ആളുകളും തറാവീഹിന് ശേഷം വിത്ർ നിസ്കരിക്കാറില്ല. ചില സൂക്ഷ്മതയുള്ള ആളുകൾക്ക്. കാരണം ചില ആളുകൾ അത്താഴത്തിന് എഴുന്നേറ്റ് അത്താഴമൊക്കെ കഴിച്ചിട്ട് അവരെന്ത് ചെയ്യും? തഹജ്ജുദ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ചില ആളുകൾ അവർ വിത്ർ നിസ്കരിക്കുന്ന പരിപാടിയുണ്ട്. അതാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ ചര്യ. ഉമർ തങ്ങൾ എങ്ങനെയാ? മഹാനവറുകൾ തഹജ്ജുദും കൂടി നിസ്കരിച്ചിട്ടേ എന്ത് ചെയ്യൂ? വിത്ർ നിസ്കരിക്കൂ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എന്താണ്? മഹാനവറുകൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് പതിയെ പള്ളിയിൽ തന്നെ ഇരുന്ന് എന്താണ് വിത്റും കൂടി നിസ്കരിച്ചിട്ടേ വീട്ടിലേക്ക് പോകാറുള്ളൂ. ഏത് രൂപത്തിലും എടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ എന്താണ് പള്ളികളിലൊക്കെ ചെയ്യുന്നത്? ആദ്യം ഇശായിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, അത് കഴിഞ്ഞ് ഇശാ നിസ്കാരം 4 റക്അത്ത്, അത് കഴിഞ്ഞ് പിന്നെ ഇശായിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, പിന്നെ അത് കഴിഞ്ഞ് 20 റക്അത്ത് തറാവീഹ് നമസ്കാരം, അത് കഴിഞ്ഞ് പിന്നെ തറാവിന് ശേഷമുള്ള ദുആ, അത് കഴിഞ്ഞ് പിന്നെ നിയ്യത്ത് വെച്ചു നോമ്പിൻ്റെ നിയ്യത്തിന് ശേഷമുള്ള ദുആ, അത് കഴിഞ്ഞ് പിന്നെ വിത്ർ നിസ്കാരം 3 റക്അത്ത്. അപ്പോൾ വിത്ർ നിസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോൾ ആദ്യം നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഇമാമോടുകൂടി നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. കൈകിട്ടുക. വിത്റിൽ നിന്നുള്ള 2 റക്അത്ത്, അങ്ങനെയാണ് കേട്ടോ. വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് നമ്മൾ വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി, പിന്നെ ആദ്യത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തായ സൂറത്തുൽ അഅല, നമ്മൾ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ നമ്മൾ ഓതാറുണ്ടല്ലോ, ആ സൂറത്ത് ഓതുക. ആ സൂറത്ത് ഓതിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിൽ നമ്മൾ ഓതൽ സുന്നത്തായത് സൂറത്തുൽ കാഫിറൂനാണ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും സലാം വീട്ടുക. സലാം വീട്ടിയതിന് ശേഷം കൂടുതൽ ആരോടൊന്നും സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് വീണ്ടും നമ്മൾ നിയ്യത്ത് വെക്കുക. വിത്റിൽ നിന്നുള്ള 1 റക്അത്ത് കൂടി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഇമാമോടുകൂടി നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് ആദ്യം, അത് കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞ് വിത്റിൽ നിന്നുള്ള 1 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ് 1 പ്രാവശ്യം, പിന്നെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, ഇത് 3ഉം ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും. ഇതാണ് വിത്ർ നമസ്കാരം 3 റക്അത്ത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് സാധാരണ. അപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. പിന്നെ ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പരിചയക്കുറവ് പോലെ ഉണ്ടാകും, പിന്നെ 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ ആവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നമ്മൾ റമദാനിൽ മാത്രം നിസ്കരിക്കുന്ന നിസ്കാരമായതുകൊണ്ട് പല ആളുകൾക്കും സംശയം ഉണ്ടാകും. ചില ആളുകളോട് എങ്ങനെ ചോദിക്കും, അങ്ങനെ ഒരു മടിയുണ്ട്. ചേട്ടാ ഈ തറാവീഹ് എത്ര റക്അത്ത്, എങ്ങനെ നിയ്യത്ത്, ഏത് സൂറത്തെന്നൊക്കെ ആളുകളോട് ചോദിക്കാൻ, ഉസ്താദിനോട് ചോദിക്കാൻ മടി, കൂട്ടുകാരോട് ചോദിക്കാൻ മടി. അപ്പോൾ അങ്ങനെ ആരോടും മടിക്കണ്ട. ഇനി മടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കേട്ടതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. അമൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് അല്ലാഹു തആല ഈ നിസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന എന്തൊക്കെ നേട്ടങ്ങൾ, പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആരൊക്കെ ദുആ ഇറക്കാൻ പറഞ്ഞു അവരൊക്കെ എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കട്ടെ. കമൻറ്റിലൂടെ ഒരുപാട് പേരാണ് വിശുദ്ധമായ റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുആ വസിയത്ത്, അവരുടെ വീടുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട്, മക്കളുടെ കാര്യം ഒക്കെ പറഞ്ഞ് ഒരുപാട് ദുആ വസിയത്ത് ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ റമദാൻ വരികയാണല്ലോ, എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ആരൊക്കെ കമൻറ്റിലൂടെ എന്തൊക്കെ ദുആ വസിയത്ത് പറഞ്ഞു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കട്ടെ. വിഷമങ്ങൾ, സങ്കടങ്ങൾ മാറ്റിത്തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.